കൂട്ടുകാരെ, നമുക്കിന്ന് പാവയ്ക്ക കൊണ്ട് തിരിച്ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് ഉണ്ടാക്കിയാൽ. പാവയ്ക്കായും അതിനായിട്ട് ഞാനൊരു അത് 2 പാവയ്ക്ക ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഒരു മുറി തേങ്ങയും പാവയ്ക്ക കാണിച്ചില്ല, അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നേരം ഞാൻ പാവയ്ക്ക ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഒരു മുറി തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വറ്റൽമുളകും നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും 2 വെളുത്തുള്ളിയും 7-10 കൊച്ചുള്ളിയും കൂടെ നമുക്കാണ്ട് ഞാൻ വറക്കുന്നു. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതവിടോട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. തണുക്കട്ടെ. നീ ഒരു ഇരുമ്പേട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കുക. നമ്മുടെ എണ്ണ അങ്ങോട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് കോരി മാറ്റാം. നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് മിക്സിക്കകത്തോട്ടൊന്ന് അടിച്ചുകൊണ്ട് കഴിയാം. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ അങ്ങോട്ട് പാവയ്ക്കായ ആ പുളിയും കൂടെ നമുക്ക് ഒന്ന് അടിച്ചുകൊണ്ട് വരാം പ്രത്യേകം. അതിനകത്തോട്ട് ലേശം ഉപ്പും ഇട്ടു. ആ പാവയ്ക്കായും ആ പുളിയും കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ട് ഒന്ന് അടിച്ച് പ്രത്യേകം അടിച്ചെടുത്ത് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് അതിന് ഒന്നും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്നും കൂടെ അടിച്ചുകൊണ്ട് വരാം. കൂട്ടുകാരെ, നമ്മുടെ പാവയ്ക്ക കൊണ്ടുള്ള ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. പാവയ്ക്ക കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.